ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമുക്ക് LP-UP പരീക്ഷയ്ക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഭരണഘടനയിൽ നമുക്ക് മലയാളികൾ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെൻ്റായിട്ടൊക്കെ ചോദ്യം വന്നാലും ആരൊക്കെയെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയണം. അതുപോലെ ആ ഒരു നിർമ്മാണ സഭയിലുള്ള വനിതകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പം മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തിരുവിതാംകൂറിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്നതെന്ന് നോക്കാം. പട്ടം എ താണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. അപ്പോൾ ഇത് നമുക്ക് കോഡൊന്നും പ്രത്യേകിച്ചില്ല ഈ ഒരു കാര്യം പഠിക്കാനായിട്ട്. പിന്നെ നമ്മൾ പഠിക്കാൻ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നമ്മുടെ മനസ്സിൽ പതിയാം. പിന്നെ കഴിവത് എന്താണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ തെളിയും. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് കഴിയുന്നത്. പട്ടമേ താണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ എന്നിവരാണ് തിരുവിതാംകൂറിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കൊച്ചിയുടെ കാര്യം നോക്കാം. കൊച്ചി ആണെങ്കിൽ ഒരാളെ ഉള്ളൂ. ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അടുത്തത് മദ്രാസ് ആണ്. മദ്രാസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTA അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇത്രയും പേരാണ്. അപ്പോൾ നമ്മൾ മദ്രാസ് എന്ന് കേൾക്കുമ്പം പെട്ടെന്ന് എന്താണ് ആ പേരുകൾ തമിഴായിരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവരുത്. നമുക്ക് ആ ഒരു പ്രൊവിഷ്യൻസി എന്ന ആ ഒരു രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് മദ്രാസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആരൊക്കെ വന്നത്? K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTA അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇത്രയും പേര്. ഇനി നമുക്ക് യുണൈറ്റഡ് പ്രൊവിൻസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരൊന്ന് ശ്രദ്ധിച്ചോളണം. ആരാണ്? ഡോക്ടർ ജോൺ മത്തായി. യുണൈറ്റഡ് പ്രൊവിൻസിനെ ആരാണ് റെപ്രസെൻ്റ് ചെയ്തത്? ഡോക്ടർ ജോൺ മത്തായി. ഇനി നമ്മൾക്ക് ഇതിൽ വനിതാ അംഗങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. വനിതാ റെപ്രസെൻറ്റേറ്റീവ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അവർ 3 പേരാണ്. 3 പേര് എവിടെ നിന്നൊക്കെയാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആനി മസ്ക്രിൻ തിരുവിതാംകൂറിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. പിന്നെയുള്ള 2 പേരും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. 2 പേരും എന്താണ്? മദ്രാസിനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ 3 സ്ത്രീകളാണ് നമുക്ക് ഉണ്ടായിരുന്നത് കേരളത്തിൽ നിന്ന്. അതിൽ ആനി മസ്ക്രിൻ തിരുവിതാംകൂറിനെ, അത് കൂടാതെ നമ്മുടെ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധൻ മദ്രാസിനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഫാക്ട്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.